ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 7th സ്റ്റാൻഡേർഡിലെ 2025 അധ്യയന വർഷത്തെ ആർട്ട്, ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ, വർക്ക് എഡ്യൂക്കേഷൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിൽ ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും ഒരുപോലെ ഉൾപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് ഫൈബർ? നാരുകൾ എന്നാൽ എന്താണ്? യെസ്, ഫൈബർ ഈസ് ദ ബേസിക് കോമ്പോണന്റ് റിക്വയർഡ് ഇൻ ഫാബ്രിക് മേക്കിംഗ്. The beauty, softness, durability and price of the fabric and determined by the fibers used. Then in addition to the fibers obtained from the nature, fibers are also prepared using different chemical substances. അതായത് എന്താണ് ഫൈബർ എന്ന് പറയുന്നത്? അതെ, വസ്ത്രനിർമ്മാണത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് എന്ത്? യെസ്, നാരുകൾ. വസ്ത്രത്തിൻ്റെ ഭംഗി, മൃദുത്വം, വില തുടങ്ങിയവയെല്ലാം നിശ്ചയിക്കുന്നത് നാരുകളാണ്. പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നതിന് പുറമെ പലതരം രാസവസ്തുക്കളിൽ നിന്നും നാരുകൾ നിർമ്മിക്കുന്നു. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് മെറ്റീരിയൽ കോസ്റ്റ്യൂം ഈസ് സ്യൂട്ടബിൾ ഫോർ കേരള? കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് യോജിച്ച വസ്ത്രം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? അതെ, പരുത്തി വസ്ത്രമാണത്, കോട്ടൺ ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ തിങ്സ് കെപ്റ്റ് ഇൻ മൈൻഡ് വൈൽ ഡൂയിങ് വെർട്ടിക്കൽ ഫാമിംഗ്? വെർട്ടിക്കൽ ഫാമിംഗ് അഥവാ ലംബകൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? എന്തെല്ലാമാണ്? യെസ്, സെറ്റിംഗ് ഓഫ് പ്ലേസ്, ടവർ സ്ഥാപിക്കുന്ന സ്ഥലം. അതുപോലെ തന്നെ യെസ്, പ്ലാൻസ് അക്കോർഡിംഗ് ടു ദ ഹൈറ്റ് ഓഫ് ദ ടവർ, അതായത് ടവറിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം? വിളകൾ ക്രമീകരിക്കണം. പ്ലാൻസ് അക്കോർഡിംഗ് ടു ദ ഹൈറ്റ്സ് ഓഫ് ദ ടവർ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യോജിച്ച പച്ചക്കറി ഇനങ്ങൾ തിരഞ്ഞെടുക്കണം. സെലക്ട് സ്യൂട്ടബിൾ ടൈപ്സ് ഓഫ് വെജിറ്റബിൾ. സ്യൂട്ടബിൾ ഒരു ടി മതി, അവിടെ ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്. SUITABLE ആണെന്നാണ് വരുന്നത്. ഓക്കെ, സെലക്ട് സ്യൂട്ടബിൾ ടൈപ്സ് ഓഫ് വെജിറ്റബിൾ. വെള്ളവും വളവും കൃത്യസമയത്ത് നൽകണം. വാട്ടർ ആൻഡ് മാനുവർ ഓൺ ടൈം. ദ നെക്സ്റ്റ്, സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യത വേണം. അവൈലബിലിറ്റി ഓഫ് സൺലൈറ്റ്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പൈപ്പ് റേഞ്ച് എന്നാൽ എന്ത്? വാട്ട് ഈസ് പൈപ്പ് റേഞ്ച്? Then pipe wrench is a tool is used to tighten and loosen a pipe, valve, tap, etc. അതായത് പൈപ്പ്, വാൾവ്, ടാപ്പ് മുതലായവ ഘടിപ്പിക്കുന്നതിനും അഴിക്കുന്നതിനും ഉപയോഗിക്കുന്ന ഉപകരണമാണ് പൈപ്പ് റേഞ്ച്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈസ് ലേ ഔട്ട്? എന്താണ് ലേ ഔട്ട്? ലേ ഔട്ട് എന്താണ്? യെസ്, എ ലേ ഔട്ട് ഈസ് എ പ്ലാൻ ഓഫ് ദ ലാൻഡ് വേർ ദ ബിൽഡിംഗ് ഈസ് ടു ബിൽഡ്. അതായത് കെട്ടിടം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നിശ്ചിത സ്കെയിലിൽ ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്ചർ, റോഡുകൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന കെട്ടിടം, നിലവിലുള്ള കെട്ടിടങ്ങൾ എന്നിവ ഘടിക്കുന്ന ഒരു പ്ലോട്ട് പ്ലാൻ ആണിത്. സൈറ്റ് പ്ലാൻ എന്നും ഇത് അറിയപ്പെടുന്നു. അതായത് എ ലേ ഔട്ട് ഈസ് എ പ്ലാൻ ഓഫ് ദ ലാൻഡ് വേർ ദ ബിൽഡിംഗ് ഈസ് ടു ബിൽഡ്. ഇറ്റ് ക്ലിയർലി ഷോസ് ദ ലാൻഡ്സ്കേപ്പ്, ആർക്കിടെക്ചർ, റോഡ്സ് ആൻഡ് ന്യൂ ബിൽഡിംഗ്സ് ആൻഡ് എക്സിസ്റ്റിംഗ് ബിൽഡിംഗ് ഇൻ പ്രീഷ്യസ് സ്കെയിൽ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് എ സൈറ്റ് പ്ലാൻ. അത് എന്ത് പേരിലും അറിയപ്പെടുന്നുണ്ട്? യെസ്, സൈറ്റ് പ്ലാൻ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ദെൻ വാട്ട് ഈസ് സ്വാച്ച്? സ്വാച്ച് എന്നാൽ എന്താണെന്നല്ല ചോദിച്ചിട്ടുള്ളത്. എന്താണ്? യെസ്, എ കളക്ഷൻ ഓഫ് സാമ്പിൾസ് ലൈക്ക് ഫാബ്രിക്സ്, പേപ്പേഴ്സ് and arranged as a book. A collection of sample like fabric, paper and arranged as a book. Then what is പോട്ട്ലി ബാഗ്? വാട്ട് ഈസ് പോട്ട്ലി ബാഗ്? പോട്ട്ലി ബാഗ് എന്നാൽ എന്താണ് പോട്ട്ലി ബാഗ്? യെസ്, ദ മെത്തേഡ് ഓഫ് സ്റ്റിച്ചിങ് ഡിഫറെൻറ്റ് പീസസ് ഓഫ് ഫാബ്രിക് മെറ്റീരിയൽസ് ടുഗദർ ഈസ് ടേംഡ് ആസ് പാച്ച് വർക്ക്. ദ പോട്ട്ലി ബാഗ് ഈസ് എ പ്രൊഡക്റ്റ് വിച്ച് ക്യാൻ ബി ഈസിലി മെയ്ഡ് ത്രൂ ദിസ് മെത്തേഡ്. അതായത് തുണിക്കഷ്ണങ്ങൾ പരസ്പരം തുന്നിച്ചേർക്കുന്നതിനെയാണ് പാച്ച് വർക്ക് എന്ന് പറയുന്നത്. ഈ പാച്ച് വർക്കിലൂടെ മിച്ചം വന്ന തുണിക്കഷ്ണങ്ങൾ ഉപയോഗിച്ച് എളുപ്പത്തിൽ നിർമ്മിക്കാവുന്ന ഒരു ഉൽപ്പന്നമാണ് പോട്ട്ലി ബാഗ്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, നെയിം സം ലൊക്കേഷൻ വേർ ട്രഡീഷണൽ മ്യൂറൽ ഫൗണ്ട്സ് ഇൻ കേരള. ചുമർ ചിത്രങ്ങളുള്ള കേരളത്തിലെ സ്ഥലങ്ങൾ ഏതെല്ലാം എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. യെസ്, ഫസ്റ്റ് വൺ ആയിട്ട് നമുക്ക് എഴുതാം. തൊടീക്കളം എവിടെയാണ്? ഏത് ജില്ലയിലാണ്? അതെ, കണ്ണൂർ അല്ലേ. ദെൻ മട്ടാഞ്ചേരി, എറണാകുളം. ദെൻ കൃഷ്ണപുരം പാലസ്, കായംകുളം. ദെൻ പത്മനാഭപുരം പാലസ് നിയർ തിരുവനന്തപുരം. ദെൻ പുണ്ടരിക മേരീസ് ചർച്ച്, അങ്കമാലി അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. നെയിം സം ലൊക്കേഷൻ. യെസ്, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ അജന്ത കേവ് പെയിൻറ്റിങ്സ്. അജന്ത കേവ് പെയിൻറ്റിങ്സ് അല്ലേ, അജന്ത ഗുഹകളെ കുറിച്ച് കുറിപ്പ് എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
ഓക്കെ, നമുക്ക് എഴുതാം. അജന്ത ഗുഹകൾ എന്താണ്? യെസ്, മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ് ജില്ലയിലെ അജന്തയിൽ BC 2-ാം നൂറ്റാണ്ട് മുതൽ AD 7-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ കരിങ്കല്ലിൽ കൊത്തിയ ഗുഹാക്ഷേത്രങ്ങളാണ് അജന്ത ഗുഹകൾ എന്നറിയപ്പെടുന്നത്. 1983 മുതൽ ഇതിന് യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആകെ 29 ഗുഹകൾ ഉള്ളതിൽ ബോധിസത്യ, പത്മപാണി, ബോധിസത്യ, വജ്രപാണി എന്നീ പ്രശസ്തരായ 2 ചുമർ ചിത്രങ്ങൾ ഒന്നാമത്തെ ഗുഹയിലാണുള്ളത്. മറ്റു ഗുഹകളിൽ ബുദ്ധശില്പങ്ങളും ജാതകഥകൾ ആസ്പദമാക്കിയ ചിത്രങ്ങളും നിരവധി ശിലാലിഖിതങ്ങളും കൊത്തുപണികളുമുണ്ട്. ഇതിന് ഇംഗ്ലീഷ് മീഡിയം നോക്കാം. അജന്ത കേവ് പെയിന്റിങ്സ്. The Ajanta caves are a collection of cave temples carved in granite in the period of dating from BC 2nd century to AD 7th century. They are located in Maharashtra's Aurangabad districts. In 1983, they were declared a World Heritage Site by UNESCO. There are total 29 caves, the most famous being the first cave, which contains mural of the two Bodhisattvas or oaken ones and Padmapani and Vajrapani. The other caves contain several statues of Buddha, paintings depicting the Jataka tales, inscription and carvings. അപ്പോൾ എന്ത് ചെയ്യുക? നിങ്ങളിതുപോലെ അജന്ത ഗുഹകളെക്കുറിച്ചൊരു ലഘുക്കുറിപ്പ് തയ്യാറാക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് പോപ്പുലർ സോങ് ആൻഡ് പീപ്പിൾ സോങ്? ജനപ്രിയ ഗാനങ്ങളും ജനകീയ ഗാനങ്ങളും എന്നാൽ എന്തെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ജനപ്രിയ ഗാനങ്ങളും ജനകീയ ഗാനങ്ങളും. ജനപ്രിയ ഗാനങ്ങൾ എന്നാൽ എന്താണ്? യെസ്, ജനകീയ പ്രശ്നങ്ങളെ താല്പര്യങ്ങളെ മുൻനിർത്തി രൂപപ്പെടുന്ന കവിതകളോ ഗാനങ്ങളോ ആണ് എന്ത്? യെസ്, ജനകീയ ഗാനങ്ങൾ. Thus people are the songs or the poems based on the themes that highlight the public interest and issues faced by the people. അപ്പോൾ പീപ്പിൾ സോങ്സ് എന്താണെന്ന് എഴുതി. ജനകീയ ഗാനം എന്താണ്? ജനകീയ പ്രശ്നങ്ങളെ താല്പര്യങ്ങളെ മുൻനിർത്തി രൂപപ്പെടുന്ന കവിതകളോ ഗാനങ്ങളോ ആണ് ജനകീയ ഗാനങ്ങൾ. ഇനി നമുക്ക് ജനപ്രിയ ഗാനങ്ങൾ എന്താണെന്ന് നോക്കാം. പോപ്പുലർ സോങ്സ്. Some songs catch the attention of public quickly and are accepted them. They economic their favorite songs and like to listen repeatedly. Their songs are called popular songs. അതായത് ജനപ്രിയ ഗാനങ്ങൾ എന്താണ്? യെസ്, ചില ഗാനങ്ങൾ വളരെ വേഗത്തിൽ ജനശ്രദ്ധയെ ആകർഷിക്കുകയും ജനങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നു. ആവർത്തിച്ച് കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന ഇത്തരം ഗാനങ്ങൾ ജനങ്ങൾക്ക് പ്രിയപ്പെട്ടതാകുന്നു. ഇവയെ ജനപ്രിയ ഗാനങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ ജനപ്രിയ ഗാനങ്ങൾ എന്താണ്? Some songs catch the attention of the public quickly and are accepted by them. They became their favorite songs and like to listen repeatedly. The songs are called popular songs. Okay, the next question നോക്കാം. What's special about group song? സംഘഗാനാലാപനത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്നാണ് അല്ലേ ചോദിച്ചത്. എന്തെല്ലാമാണ് അത്? ശബ്ദ ഏകീകരണം, ഉച്ചാരണശുദ്ധി, താളം, സംഘബോധം, അനുയോജ്യമായ ശ്രുതി, കൃത്യമായ സമയക്രമം. അതായത് യൂണിഫൈഡ് വോക്കൽസ്, ദെൻ ക്ലിയർ ഡയറക്ഷൻ, റിതം, കളക്റ്റീവ് കോൺഷ്യസ്നസ്, അപ്രോപ്രിയേറ്റ് ശ്രുതി ഓർ പിച്ച്, ദെൻ പ്രിസിഷൻ ഓഫ് ടൈമിങ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചെക്ക് ലിസ്റ്റ് ഫോർ ദ പപ്പറ്റ് ഷോ. പാവകളിയുടെ അവതരണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഒരു പാവകളിയുടെ കാര്യത്തിൽ, അതായത് അവതരണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? യെസ്, ഫസ്റ്റ് വേണ്ട നമുക്ക് എഴുതാം. തിരശ്ശീലയ്ക്ക് മറയിലിരുന്ന പാവകളെ കയ്യിലുറപ്പിച്ച് പുറത്തേക്ക് കാണത്തക്ക വിധമാണ് രംഗത്ത് പാവകളെ അവതരിപ്പിക്കേണ്ടത്. ദെൻ പാവകൾ കൈകാര്യം ചെയ്യുന്നവർ തന്നെയാണ് സാധാരണ കഥാപാത്രങ്ങളുടെ സംഭാഷണവും അവതരിപ്പിക്കാറുള്ളത്. ഒരാൾ ഒന്നിൽ കൂടുതൽ പാവകളെ കൈകാര്യം ചെയ്യുമ്പോൾ ഓരോ കഥാപാത്രത്തിൻ്റെ സംഭാഷണത്തിലും ശബ്ദത്തിലും വ്യത്യസ്തത പുലർത്തണം. ഇത് നമുക്ക് ഇംഗ്ലീഷ് മീഡിയം നോക്കാം. The puppet player shouldn't put on the puppet characters on his or her hands or fingers or dangle them from a string. The puppet player should be hidden behind the curtain and only the puppet character should be visible to the audience. Usually it is the puppet players who delivers the dialogues. Then while presenting different characters, the voice and the tone should be changed to suit each character.
അപ്പോൾ പാവകളിയുടെ അവതരണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ, then what is the difference between 2-dimensional and 3-dimensional? What is the difference between 2-dimensional 3-dimensional തമ്മിലുള്ള ഡിഫറൻസ്, വ്യത്യാസം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. എന്താണ്? is a shape that has only 2-dimensional length and breadth. then 3-dimension എന്താണ്? യെസ്, എ ഷേപ്പ് ദാറ്റ് 3-dimension ലെങ്ത്, ബ്രെഡ്ത്ത് ആൻഡ് ഡെപ്ത്. അതായത് ദ്വിമാന ചിത്രങ്ങൾക്ക് എന്ത് മാത്രമാണുള്ളത്? യെസ്, നീളവും വീതിയും മാത്രമാണുള്ളത്. എന്നാൽ നീളവും വീതിയും ഉയരവും വ്യാപ്തിയുമുള്ള ഘനരൂപങ്ങളാണ് എന്തെന്ന് പറയുന്നത്? യെസ്, ത്രിമാന രൂപങ്ങളെന്ന് പറയുന്നത്. നീളവും വീതിയും ഉയരവും വ്യാപ്തിയുമുള്ള ഘനരൂപങ്ങളാണ് ത്രിമാന രൂപങ്ങൾ. ഓക്കെ, the next question നോക്കാം നമുക്ക്. വാട്ട് ഈസ് ഫോളി? Foley is the art of artificially creating sounds in studio to shoot a particular situation in a film. The professional who does this is called Foley, a Foley artist. അതായത് സിനിമയുടെ കഥാസന്ദർഭത്തിനനുസരിച്ചുള്ള ശബ്ദങ്ങളെ കൃത്രിമമായ രീതിയിൽ സ്റ്റുഡിയോയ്ക്കുള്ളിൽ നിർമ്മിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? യെസ്, ഫോളി എന്ന് പറയുന്നത്. ഇത് നിർമ്മിക്കുന്ന വ്യക്തിയെ എന്ത് വിളിക്കുന്നു? യെസ്, ഫോളി ആർട്ടിസ്റ്റ് എന്ന് വിളിക്കുന്നു. ഓക്കെ, then നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ അമംഗ് ദ ഫോളോയിങ് ഇസ് എ നോട്ട് എ ഗുഡ് ഹാബിറ്റ്? ഇവിടെ കുറച്ച് ഹാബിറ്റ്സ് നൽകിയിട്ടുണ്ട്. അതിൽ നല്ലതല്ലാത്തതല്ലേ, നല്ല ശീലമല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിന് മുമ്പായി വാമിംഗ് അപ്പും കായിക പ്രവർത്തനങ്ങൾക്ക് ശേഷം കൂളിംഗ് ഡൗണും ചെയ്യുക. ദെൻ ഷൂസ് ഇടാതെ ഫുട്ബോൾ കളിക്കുന്നു. ധാരാളം വെള്ളം കുടിക്കുക. ജീവകങ്ങൾ, ധാതുക്കൾ എന്നിവ ധാരാളം അടങ്ങിയ ഭക്ഷണം കഴിക്കുക. ശാരീരക്ഷമത മെച്ചപ്പെടുത്തുക. അപ്പോൾ ഇതിൽ നല്ല ശീലം അല്ലാത്തത് എന്താണെന്നല്ലേ ചോദിച്ചിട്ടുള്ളത്. ദെൻ ഇംഗ്ലീഷ് മീഡിയം നമുക്ക് നോക്കാം അല്ലേ. ഡു വാമിംഗ് അപ്പ് എക്സസൈസ് ബിഫോർ ആൻഡ് കൂളിംഗ് ഡൗൺ എക്സസൈസ് ആഫ്റ്റർ ആൻ ആക്ടിവിറ്റി. ദെൻ പ്ലേയിങ് ഫുട്ബോൾ വിത്തൗട്ട് ഷൂസ്. ദെൻ ഡ്രിങ്ക് പ്ലെന്റി ഓഫ് വാട്ടർ. ദെൻ കൺസ്യൂം ഫുഡ് ദാറ്റ് rich in vitamins and minerals. then improve physical fitness. അപ്പോൾ ഇതിലേതാണ്? യെസ്, പ്ലേയിങ് ഫുട്ബോൾ വിത്തൗട്ട് ഷൂസ് അല്ലേ. ഷൂസ് ഇടാതെ ഫുട്ബോൾ കളിക്കുന്നു. ഇതല്ലേ നല്ല ശീലമല്ലാത്തത്? നല്ല ശീലമല്ലാത്തത് എന്താണ്? പ്ലേയിങ് ഫുട്ബോൾ വിത്തൗട്ട് ഷൂസ്, ഷൂസ് ഇടാതെ ഫുട്ബോൾ കളിക്കുന്നു. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് സ്ട്രെയിൻ? സ്ട്രെയിൻ എന്നാൽ എന്ത്? സ്ട്രെയിൻ ഈസ് ഇഞ്ചുറീസ് ടു മസിൽ ഓർ ടെൻഡൻസ്. അതായത് പേശികൾക്കോ സ്നായുക്കൾക്കോ ഉണ്ടാകുന്ന പരിക്കാണ് എന്തെന്ന് പറയുന്നത്? യെസ്, സ്ട്രെയിൻ എന്ന് പറയുന്നത്. ദെൻ വാട്ട് ആർ ദ സിംറ്റം ഓഫ് സ്ട്രെയിൻ? എന്തൊക്കെയാണ് സ്ട്രെയിനിൻ്റെ സിംറ്റംസ്, ലക്ഷണങ്ങൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? യെസ്, സെവിയർ പെയിൻ അല്ല, അതായത് കഠിന വേദന അനുഭവപ്പെടുന്നു. ദെൻ റെസ്ട്രിക്റ്റഡ് മൊമെൻറ്റ്സ്. ദെൻ സ്വെല്ലിംഗ് അറൗണ്ട് ദ എഫക്റ്റഡ് ഏരിയ, നോവോൺ, അതായത് കഠിനവേദന അനുഭവപ്പെടുന്നു. ചലിപ്പിക്കാൻ പ്രയാസം അനുഭവപ്പെടുന്നു. പരിക്കുണ്ടായ ശരീരഭാഗത്ത് നീരുണ്ടാകുന്നു. ദെൻ മുറിവ് ഉണ്ടാവുകയില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈസ് ദ ഫസ്റ്റ് എയ്ഡ് ഫോർ ഹാംസ്ട്രിങ് മസിൽ ക്രാംസ്? അതായത് കാലിൽ പേശി വലിവ് സംഭവിച്ചാൽ പ്രഥമ ശുശ്രൂഷയായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാം എന്നാണ് ചോദിച്ചത്. എന്തെല്ലാമാണ്? യെസ്, സ്റ്റോപ്പ് ദ ആക്ടിവിറ്റി ആൻഡ് ടേക്ക് റെസ്റ്റ്. പ്രവൃത്തി മതിയായിട്ട് റെസ്റ്റ് എടുക്കല്ലേ, വിശ്രമിക്കുക. ദെൻ സ്ട്രെച്ച് ദ അഫക്റ്റഡ് മസിൽസ് ജെന്റ്ലി. പേശികൾ മൃദുവായി സ്ട്രെച്ച് ചെയ്യുക. ദെൻ റാപ്പ് ഐസ് ഇൻ ദ ക്ലോത്ത് ആൻഡ് അപ്ലൈ ദ ഐസ് പാക്ക് ഓൺ ദ അഫക്റ്റഡ് ഏരിയ. അതുപോലെ ഐസ് പൊതിഞ്ഞ് പേശി വലിവുണ്ടായ ഭാഗത്ത് വയ്ക്കുക. ദെൻ ഡ്രിങ്ക് വാട്ടർ. വെള്ളം കുടിക്കുക, നന്നായി വെള്ളം കുടിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രഥമ ശുശ്രൂഷയായിട്ട് പേശി വലിവ് സംഭവിച്ചാൽ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളൊരു 18 ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.